ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ ദിവ്യമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടിയായിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. വിശുദ്ധ വേദപുസ്തകം ശക്തമായി പറയുന്ന ഒരു ചിന്തയുണ്ട്. ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തിനോടാണ് നാം അനുദിനവും പൊരുതിക്കൊണ്ടിരിക്കുന്നതെന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മനോഹരമായി പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട് മാത്രം. വളരെ ശക്തമായൊരു പ്രതിപാദ്യമാണ് ഇത്. ഈ ലോകത്തിൽ ഓരോ നിമിഷവും നാം ആയിരിക്കുമ്പോൾ നമ്മൾ പോരാടുന്നത്, നമ്മൾക്ക് പോരാട്ടമുണ്ട് എന്ന് നമ്മൾ ആക്ഷരികമായി കാണുന്ന എന്തിനോടുമല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോരാട്ടം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ജീവിത വഴികളിലൊക്കെ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയുടെ പിശാചിന്റെ തന്ത്രങ്ങളോടാണ്. നോമ്പ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നാം ഒരു ദീർഘയാത്ര പോകുന്നുവെന്നിരിക്കും. പോകുന്ന വഴികളിൽ ഒരല്പം ക്ഷീണിക്കുമ്പോൾ, വല്ലാതെ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ മുഷിഞ്ഞു എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ശരീരങ്ങൾക്കും ആത്മാക്കളുമൊക്കെ ക്ഷീണിച്ചതായി തോന്നുമ്പോൾ നാം ഒന്ന് ഇരുന്ന് വിശ്രമിക്കാറും അടുത്തൊരു കുളക്കടവുണ്ടെങ്കിൽ ഇറങ്ങി നമ്മുടെ പാദങ്ങളെ ഒന്ന് കഴുകി വൃത്തിയാക്കാറും. നോമ്പ് അപ്രകാരം ഒരു ഇരിപ്പിടമാണ്. ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നു നമ്മുടെ ജീവിത വഴികളിൽ വന്ന പൊടികളെ, കറകളെ തൂത്തുമാറ്റുവാൻ തക്കവണ്ണം, ഈ പോരാട്ടത്തിന്റെ ആധിക്യത്തിൽ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് ധൈര്യവും പ്രത്യാശയും പ്രാപിക്കുന്ന നിമിഷങ്ങളാണ് നോമ്പിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഈ പോരാട്ടത്തിന് അധികം ഊർജം ആവശ്യമാണ്. നമുക്ക് തന്നെ നമ്മുടെ ബലഹീനതകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നല്ല ഇത്. നാം തളർന്നു പോയേക്കാം. ഈ പോരാട്ട വഴികളിൽ നമുക്ക് മുമ്പേ മാതൃക കാണിച്ചു പോയ വിശുദ്ധ വേദപുസ്തകൻ പറയുന്നത് പോലെ നാം ദൈവത്തിന്റെ മക്കളായി തന്നെ ഇവിടെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ നാം ഓർക്കണം. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ മറ്റ് പല പുത്രന്മാരാണെന്നും പുത്രിമാരാണെന്നും കരുതുന്നുണ്ടെങ്കിലും ഓരോ നിമിഷവും നമ്മളോട് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, അങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ച പിതാക്കന്മാരെ ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് മലങ്കര സഭയുടെ ഒരു ഗുരുവന്ദനത്തിന്റെ ദിവസമാണ്, ഗുരുത്വത്തിന്റെ ദിവസമാണ്. ഗുരുത്വം പ്രാപിച്ചുകൊണ്ട് നാം ഈ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മെ നയിച്ച എല്ലാ പുരോഹിതന്മാരെയും പ്രത്യേകമായി ഓർക്കുന്ന ദിവസമാണ്. നമ്മുടെ ആരാധനാ ഭാഷയിൽ പറഞ്ഞാൽ കൊഹനെ ഞായർ. എല്ലാ ആചാര്യന്മാരെയും, വാങ്ങിപ്പോയ എല്ലാ ആചാര്യന്മാരെയും ഓർക്കുന്നു. അടുത്ത ആഴ്ചയിൽ എല്ലാ വാങ്ങിപ്പോയവരെയും ഓർക്കുന്നു. ഈ ഗുരുത്വത്തിലൂടെ നമുക്ക് മുമ്പേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ലോകത്തിന്റെ അന്ധകാര ശക്തികളിൽ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് അതിനെ നേരിട്ട വിശുദ്ധരായ പിതാക്കന്മാരുടെ ഓർമ്മകളെ നമ്മുടെ മുമ്പിൽ മാതൃകയാക്കി വെച്ചുകൊണ്ട് അവരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ നോമ്പാകുന്ന പോരാട്ടത്തിലേക്ക് നാം ഇറങ്ങുവാനെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നോമ്പ് ഒരേ വിധത്തിൽ ഒരു മടങ്ങിവരവും ഒരു കഴുകി വെടിപ്പാക്കലും ഒക്കെ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ അടുത്ത് വായിച്ച ശ്രദ്ധേയമായ ഒരു കഥയല്ല, സംഭവമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന സുവിശേഷ പ്രസംഗകനാണല്ലോ കത്തോലിക്ക സഭയുടെ ഡാനിയേൽ പൂവത്തിങ്കൽ അച്ഛൻ. അച്ഛൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇരുള് കയറും മുമ്പ്. ഇരുള് കയറും മുമ്പ് എന്ന് പറഞ്ഞ പുസ്തകം ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകങ്ങളും ആത്മീയ ചിന്തകളുമാണ്. ഇതിൽ അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട്. ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വൈകുന്നേരം ഒരു ദിവസം കൂട്ടുകാരുമൊത്ത് വെറുതെ ശംഖുമുഖം കടപ്പുറം കാണുവാൻ തക്കവണ്ണം ബസ്സിൽ കയറി. ഏതാണ്ട് സന്ധ്യ മയങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ബസ്സിൽ കയറി ഇദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് മീൻ വിൽക്കുന്ന ഒരു അമ്മച്ചി വന്നിരുന്നു. അപ്പോൾ അമ്മച്ചി സ്വതന്ത്രമായിട്ട് ഈ കുഞ്ഞിനോട് ചോദിച്ചു, എവിടെ പോവാം? ഞാൻ കടപ്പുറത്ത് വെറുതെ കടൽ കാണാൻ പോവാണ്. ആ അമ്മച്ചിക്ക് അത് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. വെറുതെ കടൽ കാണാൻ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ കടൽ കാണാൻ പോവുകയാണ്. അപ്പോൾ അമ്മച്ചി അതെന്തിനാണ് അങ്ങനെ, വലിയ അറിവൊന്നുമില്ലെങ്കിലും എന്തിനാണ് വെറുതെ ഇങ്ങനെ? എന്നിട്ട് ഈ ആധുനിക കാലത്തെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നതിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ ബസ്സിലിരുന്ന് ഈ അമ്മ വെറുതെ സംസാരിക്കുകയാണ്. എന്നിട്ട് അവരിറങ്ങുന്ന സ്റ്റോപ്പായപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പേ അടുത്തിരുന്ന ഈ ബാലനോട് ഒരു കാര്യം പറഞ്ഞു, മോനെ, ഇരുള് കയറും മുമ്പേ കൂട് കയറണേ, ഇരുള് കയറും മുമ്പേ കൂട് അണയണേ. നോമ്പ്
നമ്മുടെ ജീവിത വഴികളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ വല്ലാതെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഇരുള് കയറുന്നു. ആ ഇരുള് കയറുമ്പോൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഇരുള് വല്ലാതെ നമ്മെ മൂടിക്കളഞ്ഞ് നാം നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം കൂടണയുവാൻ തക്കവണ്ണമുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ് ഓരോ നോമ്പും നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ സഭയിൽ ഈ അമ്മച്ചിയുടെ കൂട്ട് ഇരുളണയുന്നതിന് മുമ്പ് കൂടണയണമെന്ന് ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന സമൂഹമാണല്ലോ വൈദിക സമൂഹം. ഇന്ന് നാം വായിച്ച എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 42 മുതൽ 51 വരെയുള്ള വേദഭാഗമാണ്. അവിടെ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുമെന്ന് അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിക്കണമെന്നാണ്. അത് കഴിഞ്ഞ് ഉടനെ പറയുന്നത് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണമെന്നാണ്. ഒന്നാമത്തേത് ഉണർന്നിരിക്കണമെന്ന് പറയുന്നു, പിന്നീട് ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പറയുകയാണ്, എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരാകും? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കറിയാം, കർത്താവ് ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് ശിഷ്യന്മാരോട് ഉറപ്പ് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ കർത്താവിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു 40-50 വർഷങ്ങൾ കഴിഞ്ഞാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെടുന്നത്. ഇപ്പോൾ കർത്താവ് ഉടനെ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ജനതതി പിന്നീടുള്ള അവരുടെ ഇമ്മനന്റ് പീരീഡിൽ, തുടർന്നുള്ള ആഴ്ചകളിൽ, തുടർന്നുള്ള 1-2 വർഷങ്ങളിൽ അവർ കർത്താവ് ഉടനെ വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് വളരെ ഒരുക്കത്തോടെ ജീവിച്ചു. കർത്താവ് ഉടനെ വരും, ഇമ്മനന്റ് ഉടനെ തന്നെയാണ്, ഇപ്പൊ തന്നെ കർത്താവ് വരും, അതുകൊണ്ട് നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കണം, പോയ പോലെ തന്നെ ഉടനെ വരുമെന്നാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉടനെ വരുന്നില്ല. അതിന്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും സഭയിൽ അലസതയുണ്ട്. ആത്മീക ജീവിതത്തോട് പൊരുത്തമില്ലാതെ അലസമായി ഈ വിശ്വാസത്തിൽ ജീവിക്കുകയും എന്നാൽ വിശ്വാസ ജീവിതത്തെ കാര്യമായി കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വിശ്വാസികളുടെ കണ്ടുപിടും. അപ്പോൾ അതിനെതിരെ വിശ്വാസികളെ ആത്മീയ ഉറപ്പിച്ചു നിർത്തണം. കർത്താവ് വരുവാൻ താമസിക്കുന്നു, അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൻ അത്ര താമസിക്കുന്നില്ല. പക്ഷെ അവന്റെ സമയം വ്യത്യസ്തമാണ്. അവൻ എപ്പോൾ വന്നാലും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അലസത പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് മത്തായി എഴുതുന്ന ഈ സുവിശേഷത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം അതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ സഭയാകുന്ന ഈ വീട്ടിൽ ആവശ്യപ്പെട്ടു വരുന്ന സകല കുഞ്ഞുങ്ങൾക്കും മക്കൾക്കെല്ലാവർക്കും തക്ക സമയത്ത് അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഗ്രഹവിചാരകന്മാരാണ് ഞാൻ ഉൾപ്പെടുന്ന, എനിക്ക് മുമ്പേ ഈ ശുശ്രൂഷയിൽ കടന്നുപോയവരും ഇനി ഈ ശുശ്രൂഷയിൽ വരാനിരിക്കുന്നവരും ആയിരിക്കുന്ന വൈദിക സമൂഹം മുഴുവൻ. അവരെ പ്രത്യേകമായി നമ്മൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഗൗരവപൂർവം നാം മനസ്സിലാക്കണം. ഇത് സഭയിൽ ആരും സ്വയമേവ എടുക്കുന്ന ഒരു ശുശ്രൂഷയല്ല, വിളിക്കപ്പെട്ടവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു നിയോഗമാണ്. പല റോളുകൾ ഒരു പുരോഹിതനെ നിർവഹിക്കുവാനും, പുരോഹിതനാണ്, എന്നാൽ അതേസമയം സഭയുടെ പള്ളിയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകും. അതുപോലെ തന്നെ കുടുംബത്തിൽ കുടുംബസ്ഥനായ പുരോഹിതനാണെങ്കിൽ കുടുംബത്തിൽ മറ്റ് റോളുകളുണ്ട്. സമൂഹത്തിലും മാതൃകയായിരിക്കുവാൻ തൊക്കെയുള്ള വിവിധ മേഖലകളിൽ ഒരു പുരോഹിതൻ ആയിരിക്കുന്നു. ഇതിൽ നിലകൊള്ളുകയും അതേസമയം തങ്ങളുടെ ജീവിതം കൊണ്ട് ആ ധർമ്മത്തിലേക്ക് ആളുകളെ ആചരിക്കുകയും ചെയ്യുന്നവനാണ് ആചാര്യൻ. ആചാര്യൻ എന്ന പദത്തിന്റെ അർത്ഥം ഒരു ധർമ്മം ആചരിക്കുകയും ആ ആചരിക്കുന്ന ധർമ്മത്തിലേക്ക് ആ ജീവിതം കൊണ്ട് ആളുകളെ ചരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് ആചാര്യൻ. വെറുതെ പറഞ്ഞാൽ മാത്രം ആചാര്യനാവുകയും താൻ എന്താണോ പറയുന്നത്, ഏത് ധർമ്മമാണോ താൻ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കുന്നത്, തൻ്റെ ജീവിതത്തിൽ അത് കാണിക്കുന്നത് കൊണ്ടും പ്രബോധനം കൊണ്ടും ആളുകളെ ആ ധർമ്മത്തിൽ ചരിക്കുവാൻ പ്രചോദിപ്പിക്കുന്നവൻ ആരോ അവനാണ് ആചാര്യൻ. ആ ആചാര്യ ശുശ്രൂഷയെ പറ്റി ഗൗരവമുള്ള, എന്തുകൊണ്ടാണ് നിങ്ങളോടൊക്കെ തന്നെ പുരോഹിതന്മാർ ചില സമയങ്ങളിൽ ഈ ദൈവമക്കളാകുവാൻ തക്കോണം പറയേണ്ടത് ഇത്ര കർശനമായിട്ടൊക്കെ പറയണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. എഹെസ്കേൽ പ്രവചനം മനോഹരമായിട്ട് ഈ ഉത്തരവാദിത്വത്തെ വരച്ചു കാണിക്കുന്നു. എഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗം ഞാൻ മുഴുവൻ വായിക്കുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ പോയി വായിക്കണം. അവിടെ എഹെസ്കേലിനോട് പറയുകയാണ്, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. ഈ ഗ്രഹം സഭയ്ക്ക് കാവൽക്കാരനായി, സഭയുടെ പ്രമാണങ്ങൾക്കും ദൈവിക പ്രമാണങ്ങൾക്കും കാവൽക്കാരനായി
ആ ജനത്തിന് മുഴുവൻ കാവൽ ചെയ്യുന്നവനാണ് പുരോഹിതൻ, പ്രവാചകൻ. എന്നിട്ട് തുടർന്ന് പറയുന്ന 2 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് വായിക്കും. അവിടെ പറയുകയാണ്, ദൈവം പറയുകയാണ്, ദൈവം ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടൻ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടൊന്നും പറയുകയോ ചെയ്യാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അപ്പൊ അതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഗൗരവം എന്ന് പറയുന്നത്. ഒരു ദുഷ്ടൻ അവന്റെ ദുഷ്ടതയിൽ പാപം ചെയ്ത് ജീവിക്കുമ്പോൾ അവൻ മരിക്കുമെന്ന് ദൈവം പറയുന്നു. അപ്പോൾ നിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനായിരിക്കും നീ. അവനോട് എന്ത് ചെയ്യണം? നീ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്ന് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നില്ലെങ്കിൽ നീ മരിക്കും, അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ടോണം എന്ന് അവനോട് പറയണം. നീ അങ്ങനെ പറയാതിരുന്ന് ദുഷ്ടൻ അവന്റെ ദുഷ്ടതയിൽ മരിക്കാനിടയായാൽ അവന്റെ രക്തം ഞാൻ ആരോട് ചോദിക്കും? നിന്നോട് ചോദിക്കും. നീതിമാന്റെ കാര്യവും അപ്രകാരം തന്നെയാണ് പറയുന്നത്. അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടു മാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കുക കൊണ്ട് അവൻ തന്റെ പാപത്തിൽ അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവനെ കണക്കെടുക്കുകയുമില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സമൂഹം നിങ്ങളുടെ ഏതാവശ്യങ്ങളാണെങ്കിലും, ആത്മീകമായി ഏതാവശ്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തക്ക സമയത്ത് അതിനുള്ള ഭക്ഷണം തരുവാൻ വിളിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ പാപം ചോദിക്കുന്നത് ആരോടാണ്? എന്നോടാണ്, പുരോഹിതനോടാണ്. അതാണ് ഈ കാവൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഗൗരവം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഗൗരവത്തോടെ ദൈവസന്നിധിയിൽ കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തി പോകേണ്ട ഒരു ശുശ്രൂഷയാണല്ലോ പൗരോഹിത്യം. എന്താണ് തക്ക സമയത്ത് കൊടുക്കേണ്ട ഭക്ഷണം? പലർക്ക് പലതാണ്. ഞാൻ വൈദികനായിട്ട് 12 വർഷമാകുന്നതേ. ചില മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ വേണ്ടത് ഒരു അല്പസ്നേഹമാണ്, ചിലർക്ക് കരുതലാണ്, ചിലർക്ക് പ്രാർത്ഥനയാണ്, ചിലർക്ക് വാത്സല്യമാണ്, ചിലർക്ക് പ്രോത്സാഹനമാണ്. ഇതൊക്കെ തക്ക സമയത്ത് നൽകുവാൻ തക്കവണ്ണം ഉള്ള വിളിയാണ് പുരോഹിതൻ നൽകപ്പെട്ടിരിക്കുന്നത്. ആത്മീയ ശുശ്രൂഷയിൽ ആത്മശരീര മനസ്സുകളുടെ ബിഷപ്പുകളുമായി മുന്നിൽ വന്ന് നിൽക്കുന്ന മക്കൾ നിരാശരാകാതെ അവരുടെ ജീവിതങ്ങളിൽ ഇത് തക്ക സമയത്ത് നൽകുവാൻ വിളിക്കപ്പെട്ടവനാണ് വൈദികൻ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് അങ്ങനെ ചെയ്യാതിരുന്നാൽ, അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ചെയ്യാതിരുന്നാൽ അവരെ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും അവസ്ഥയിലേക്ക് തള്ളിക്കളയുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, വൈദിക ശുശ്രൂഷ വിശുദ്ധനായ ആംബ്രോസ് പറയുന്നുണ്ട്, ഹി മേഡ് ദം വികാസ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ വികാരിമാരായിട്ടാണ് ഓരോ പുരോഹിതനെയും ദൈവം വിളിച്ചിട്ടുള്ളത്. പള്ളിയുടെ വികാരി എന്നതിനും അപ്പുറം ഏത് പള്ളിയിലായിരിക്കുമ്പോഴും ഓരോ പുരോഹിതനും സ്നേഹത്തിന്റെ വികാരിമാരാണ്. കത്തോലിക്കാ സഭയിലെ വൈദികരുടെ, ഇടവക വൈദികരുടെ വിശുദ്ധനാണ് വിയാനി എന്ന് പറയുന്നത്, ജോൺ വിയാനി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ദ പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ ലവ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. വെൻ യു സീ എ പ്രീസ്റ്റ്, തിങ്ക് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് പൗരോഹിത്യം. അതുകൊണ്ട് ഓരോ പുരോഹിതനെ കാണുമ്പോഴും നിങ്ങൾ ആരെ ഓർത്തുകൊള്ളണം? ക്രിസ്തു യേശുവിനെ ഓർത്തുകൊള്ളണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, ഈ പുരോഹിതന്മാരെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ അതിന് കുറച്ചും കൂടി വ്യക്തിപരമായ ഒരു തലം കൂടിയാണ്. ഈ സഭയിൽ ഒരു വ്യക്തി ജീവിച്ചു വീഴുമ്പോൾ മുതൽ അവരുടെ ജീവിതം എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആക്ഷരികമായി ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ ഈ സഭയിൽ നമ്മെ മാമോദീസ മുക്കി സഭയോട് ചേർത്തത് ആരാണ്? ക്രിസ്തുവിന് വേണ്ടി ഒരു പുരോഹിതനാണ്. നമ്മെ ദൈവസഭയിൽ രാജാവും രാജ്ഞിയുമായ ഒരു കുടുംബം തന്ന് അതിലേക്ക് കയറ്റിയത് ആരാണ്? ഒരു പുരോഹിതനാണ്. ബലഹീനതകളും കുറവുകളും ഉണ്ടെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോഴും വയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങളുടെ മേൽ തൈലം പൂശി മുദ്രയിട്ട് നിങ്ങളെ വിടുന്നതും ആരാണ്? ഒരു പുരോഹിതനാണ്. ഒരു ക്രൈസ്തവ സഭയിൽ ഒരു വിശ്വാസിയുടെ ജീവിതം പുരോഹിതനുമായി അഭേദ്യമായി ബന്ധപ്പെടുന്നത്. എത്ര കുറവുകൾ! ഇന്ന് പുരോഹിതന്മാരുടെ കുറവുകളും വീഴ്ചകളും പർവ്വതീകരിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റ ഒരു കാലഘട്ടമാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് കടന്നു പോകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിൻ്റെ പർവ്വതീകരണത്തിനും അപ്പുറം തീർച്ചയായും അങ്ങനെ ഒരാളിൻ്റെ വീഴ്ച നമ്മുടെയൊക്കെ വീഴ്ചയും വേദനയുമായി മാറുന്നുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വീഴാതിരിക്കാൻ പ്രാർത്ഥനയോടെ പുരോഹിതന്റെ പിറകിൽ നിൽക്കേണ്ട ഒരു കർത്തവ്യം സഭയ്ക്കുണ്ട് എന്നുള്ളതും മറന്നു പോകരുത് എന്നുള്ളതാണ്.
ഓരോ ബലിപീഠവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചില പുരോഹിതന്മാരെയാണ്. ഈ ബലിപീഠത്തിൽ തന്നെ ഈ 50 വർഷം ഇവിടെ എന്ത് സൗകര്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ പരിമിതികൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ ബലിയർപ്പിച്ച പുരോഹിതന്മാർ ഇവിടെയുണ്ട്. അതിൽ യാതൊരു പരാതിയും പറയാതെ ഈ 50 വർഷം നിങ്ങളെ നടത്തിയവരുണ്ട്. അവരെ ഓർക്കണ്ടേ? അവരെ ഓർക്കുന്നില്ലെങ്കിൽ എന്ത് നന്ദി. എത്ര പേരെ നമുക്കറിയാം, നമ്മുടെ തലമുറകൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി സഭയിൽ ജീവിക്കുവാൻ വഴി നടത്തിയ പുരോഹിതരെ ഗൗരവപൂർവ്വം ഓർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റി ഞാൻ ഈ അടുത്ത് വായിച്ച വളരെ മനോഹരമായ കാവ്യാത്മകമായ വഴി വചനബോധി എന്ന് പറയുന്ന ഒരു മാസികയിലെ ഒരു ആർട്ടിക്കിളിലാണ്. അതിൽ പൗരോഹിത്യത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. ബലിപീഠത്തിൽ പുരോഹിതൻ ബലിപീഠത്തിൽ കത്തിയെരിയുന്ന മെഴുകുതിരിയോടൊപ്പം കത്തിയെരിഞ്ഞ് കുന്തിരിക്കത്തോടൊപ്പം ഉരുകിത്തീർന്ന് തിരുശരീരം പോലെ മുറിക്കപ്പെട്ട് തിരുരക്തം പോലെ ചിന്തപ്പെട്ട് ജനത്തിനു വേണ്ടി തന്നെ ശൂന്യനാക്കുന്നത് ജനത്തിന്റെ ജീവിതങ്ങളിൽ നിറയാനാണ്. അവരുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകാനാണ്. അവരുടെ പാപങ്ങൾക്ക് പരിഹാരമേകാനാണ്. ഇതാണ് ഓരോ പുരോഹിതനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷയിൽ നമ്മെ നടത്തിയ പുരോഹിതരെ ഓർക്കേണ്ടത് ഏറെ ആവശ്യമാകുന്നുവല്ലോ പ്രിയമുള്ളവരെ. ഒരു കാര്യം കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഗൗരവിക്കാതെ പോകുന്നത് കൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളും. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു പുരോഹിതനെ ഓർക്കേണ്ടതിന് അവർ വാങ്ങിപ്പോകുന്നത് വരെ കാത്തിരിക്കണം. നമ്മൾ ഓർക്കണം. വാങ്ങിപ്പോയ പുരോഹിതരെ ഓർക്കുന്ന ദിവസമാണെങ്കിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് 60-65 വയസ്സ് റിട്ടയർ ആയി കഴിഞ്ഞ് ഒരായുസ് മുഴുവൻ വാർദ്ധക്യത്തിൽ അവര് ആരോഗ്യത്തോടെ ഇരുന്ന നാളുകളിൽ ശുശ്രൂഷിച്ച ദേവാലയങ്ങളെ പറ്റിയുള്ള ഓർമ്മകളിൽ എഴുന്നേൽക്കാനാവാതെ ഭവനങ്ങളിൽ കഴിയുന്ന ഒത്തിരി വൈദികരും ആശ്രമങ്ങളിലും. നിങ്ങളെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ മാമോദിസ മുഖ്യൊരു വൈദികൻ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഭവനത്തിൽ വയ്യാതെ ഇരിപ്പുണ്ടാകും. ഈ വൈദികരെ ഓർക്കാൻ വേറൊരു ദിവസം നമുക്കില്ല. അത് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവർ കാത്തിരിക്കുന്നത് അവരെ ആരെങ്കിലും ഒന്ന് ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വാർദ്ധക്യത്തിൽ ഒരു പുരോഹിതനെ ഇടയ്ക്ക് പോയി എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ ഓർക്കണം, ഈ ഒരു ദിവസം അതിനുവേണ്ടി നിങ്ങളൊന്ന് മാറ്റിവെക്കണമെന്നാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. നിങ്ങളെ വഴി നടത്തിയ ഏതെങ്കിലുമൊക്കെ പുരോഹിതർ എവിടെയെങ്കിലുമൊക്കെ വാർദ്ധക്യത്തിൽ ബലിയർപ്പിക്കാനാവാതെ അവരുടെ ശുശ്രൂഷകളെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആർക്കും ഒരാൾ ബലിയർപ്പിച്ച ജനത്തെ മറക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരു പുരോഹിതൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച ദേവാലയങ്ങളെ ഓർക്കുന്നുണ്ട്, അവിടുത്തെ മക്കളെ ഓർക്കുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുരോഹിതൻ റിട്ടയർ ആയി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴും അവരുടെ ഓർമ്മ അവർ നടത്തിയ പള്ളിയെ പറ്റിയാണ്, അവർ നടത്തിയ ജനത്തെ പറ്റിയാണ്. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരെ നമ്മൾ പെട്ടെന്ന് നന്ദികേടിന്റെ ഭാഷ കാണിക്കുന്നൊരു ലോകമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പുരോഹിതരെ ഒന്ന് ചെന്ന് കാണുവാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാകണം. വാങ്ങിപ്പോകുന്നത് വരെ കാത്തിരിക്കരുത്. അതിനു മുമ്പേ നമ്മുടെ വാർദ്ധക്യത്തിലുള്ളവരെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മീയ പിതാക്കന്മാരായിരുന്നു. വഴി നടത്തിയ എത്രയോ പുരോഹിതന്മാർ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ആവതില്ലാതെ ഇരിക്കുന്നു. അവരെ ചെന്ന് കാണുവാൻ, അവരോടൊന്ന് വിളിക്കുവാൻ, അവരോടൊന്ന് സംസാരിക്കുവാൻ, നമ്മൾ ഇത്രയൊക്കെ ആയി എന്ന് അവരോട് പറയുവാൻ, നമ്മുടെ നന്മകളിൽ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് എന്നൊരു വാക്ക് പറയുവാൻ കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹത്തിന്റെ മൊഴിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ താക്കോലാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെയുള്ള ചില അനുഗ്രഹങ്ങളെ കൂടി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ ഫാദർ തോമസ് പൊറ്റപ്പുരയിടം എന്ന് പറയുന്ന അച്ഛൻ എഴുതിയ ഒരു ഭാഗവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. അദ്ദേഹം ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വന്ന വഴികളെ മറക്കാതിരിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ജീവിത വിജയങ്ങൾക്ക് പിന്നിൽ ഭക്ഷണം വിളമ്പിയവരെ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ചവർ, പ്രവർത്തിച്ചവർ, ദൈവസന്നിധിയിൽ കത്തിയെരിഞ്ഞവർ, ഉരുകിത്തീർന്നവർ, നെടുവേർപ്പെട്ടവർ, ആശ്വാസമായവർ, നിന്ദിക്കപ്പെട്ടവർ, ബലിയായി ഒടുവിൽ കെട്ടടങ്ങിയവർ, അവരെ മറക്കാതിരിക്കുക. നിങ്ങളെ ദൈവവും മറക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, കല്ലറകൾക്കും അപ്പുറം ജീവിക്കുന്ന നമ്മുടെ പുരോഹിതരെ നമുക്കിന്ന് ഓർക്കാം. ഈ ഇടവക ഇന്ന് വരെ വഴി നടത്തിയ എല്ലാ പുരോഹിതരെയും ഓർക്കാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇന്ന് വരെ നമ്മളെ സ്വാധീനിച്ച, നാം ദൈവത്തിൻ്റെ മക്കളായി ഈ വിശ്വാസത്തിൽ ഈ നോമ്പാകുന്ന പോരാട്ടത്തിൽ തോറ്റുപോകാതെ ക്രിസ്തുവിൻ്റെ മഹത്വം അന്ത്യത്തോളം കാണുവാൻ നമ്മെ വഴി നടത്തിയ എല്ലാ പുരോഹിതരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ കൊഹനെ ഞായറിൻ്റെ ഈ ധൂപപ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വൈദികരെ ഓർക്കാം.
പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വൈദികർ വാർദ്ധക്യത്തിൽ നിങ്ങളെ കാണുവാൻ കഴിയാതെ വരുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ അവരെ ഒന്ന് വിളിക്കുവാൻ, ചെന്ന് കാണുവാനുള്ള ഒരു പ്രചോദനം കൂടി ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.